ഹലോ ഗേയ്സ്, നമസ്കാരം. സന്തോഷ് വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ ഇത് അടുത്ത പാർസൽ വന്നിട്ടുണ്ട് എനിക്ക്. അടുത്ത പാർസൽ വീണ്ടും. അപ്പം ഞാനിതിൻ്റെ ആളാരാ അയച്ചതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിത് ഇതുണ്ടോ ഇത് അതേ നിന്ന് പൊളിച്ചു മാറ്റിയതാട്ടോ. അപ്പം ഞാൻ ഈ സാധനത്തിലേക്ക് എത്തിയില്ല. അപ്പം ഞാൻ പൊളിക്കാൻ പോവാട്ടോ. എന്തെല്ലാം ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. എന്തായാലും യൂട്യൂബിനകത്തുനിന്ന് വലിയ വരുമാനമൊന്നും ഇല്ലെങ്കിലും, യൂട്യൂബ് തുടങ്ങി വൈകുന്നേരം മൂളിപ്പാട്ട് പാടലും പരിപാടിയൊക്കെ നടത്തി വലിയ വരുമാനമൊന്നും ഇല്ലെങ്കിലും, കാര്യങ്ങൾ ഇതേപോലത്തെ ഇടയ്ക്ക് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി ആർക്കെങ്കിലും അയക്കണേ പറയണം കേട്ടാ. നമ്പർ ഞാൻ പാർസൽ അഡ്രസ്സൊക്കെ പറഞ്ഞു തരാം. ഇനി താല്പര്യമുള്ളവർക്കൊക്കെ അയക്കാം കേട്ടോ. ഒരുപാട് അയക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതേ കത്തിയൊന്നും കാണുന്നില്ല, ഞാൻ കടിച്ചൊക്കെയാണ് പൊട്ടിക്കണേ. ഒരു 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 ഫുള്ള് മറ്റേ ടാപ്പ് ഫുള്ളായിട്ട് ഇതേ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ പാർസലിനകത്ത് മിക്കവാറും ഇതിൻ്റെ പ്ലസ്, ഇത് കിലോയ്ക്കല്ലേ പൈസ, ഇതിൻ്റെ പൈസ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല കഷ്ടപ്പെട്ടിട്ടുള്ള പാക്കിംഗ് ആണ്. ഒരു കാരണവശാലും ഒന്നും ആയി പോകരുത് എന്നുള്ള ധാരണയിലാണ്. റൂമിൽ കത്തി നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. ഞാനതാ ഇങ്ങനെയൊക്കെ പൊട്ടിക്കുന്നത് നോക്കിയിട്ട് കാണുന്നില്ല. കത്തി ഞാൻ രാവിലെ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് എവിടെയോ ഇത് പരത്തച്ചായി ഇതിൻ്റെ പുറത്ത് തുറക്കാൻ വേണ്ടി. എന്തായാലും തുറന്നു കേട്ടോ. ഞാൻ വീട്ടിലല്ല. അപ്പോൾ ഇത് അയച്ച ആൾ എന്നോട് പറഞ്ഞ് ഇതിനകത്ത് പിള്ളേർക്കുള്ള എന്തെല്ലോ കാര്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടാ, പിള്ളേർക്കുള്ളത്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലെത്തുന്നതിനിപ്പുറം ഇത് പിന്നെ ഓപ്പൺ ചെയ്യുന്നത് കേട്ടാ. അപ്പോൾ ഇത് മെഡിമിക്സിൻ്റെ സോപ്പ്, മെഡിമിക്സ്. ഇതെന്താ ഇത്? ഹെയർ ഫോള് സ്റ്റൈലിംഗ് ക്രീം. ഇതൊക്കെ എൻ്റെ മുഖത്ത് വരട്ടാനായിരിക്കും അല്ലേ. അപ്പോൾ അത് സ്റ്റൈലിംഗ് ക്രീം 3 in ബെനിഫിറ്റ് മെൻ ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ. കോക്കനട്ടിൻ്റെ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇതത് മെൻ. നാളെ തൊട്ട് ഞാൻ ചിലപ്പോൾ ഒന്ന് വെളുത്തേക്കും. പിന്നെ ഹിമാലയൻ്റെ എന്തോ ഒരു സാധനം വീണു പോയല്ലോ, സോപ്പാ. പിന്നെ ഹിമാലയൻ്റെ റിച്ച് മോയ്സ്ചർ റിച്ച് സോപ്പ് കേട്ടോ. ഹിമാലയൻ്റെ ഒരു സോപ്പ്. ഞാനത് പുറത്തേക്ക് എടുക്കാം. ഇത് മുഴുവൻ ചോക്ലേറ്റാണ് കേട്ടോ. ഇത് മുഴുവൻ ചോക്ലേറ്റാണ്. എല്ലാം ഗൾഫ് ഐറ്റമുകളാണ്. ഒരു പാക്കറ്റ് നിറച്ച് ബൾക്കാവുന്ന മോഡൽ. അതാണ് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ട് തന്നേക്കുന്ന കേട്ടോ. അപ്പം ഞാനിതെൻ്റെ സന്തോഷമാണ് നിങ്ങളെ അറിയിക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും സന്തോഷം ഉണ്ടെങ്കിൽ ഇതല്ല ബ്രാൻഡായിട്ടുള്ള മറ്റേ എന്താ പറയുക, ഈത്തപ്പഴം. നല്ല ബ്രാൻഡഡ് മോഡൽ, ക്വാളിറ്റി ഐറ്റം കേട്ടോ. നല്ല ബ്ലാക്ക് കളറിൽ നല്ല ക്വാളിറ്റി ഐറ്റമാണ്. എന്തായാലും മഴക്കാല ശരീരപുഷ്ടി. ഇതെന്നതാ ഇനി? ഇത് നല്ല റോസാപ്പൂവിൻ്റെ പൗഡറാട്ടോ. പെർഫ്യൂംഡ് ടാൽക്ക് റോസാപ്പൂവിൻ്റെ കേട്ടോ. നല്ല അടിപൊളി സാധനം. അപ്പം അത്
പിന്നെന്താ 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 പിന്നെ പെർഫ്യൂം ഉണ്ടല്ലോ. എല്ലാം ഞാൻ കടിച്ചാ പൊട്ടിക്കുന്നത്. നിങ്ങൾ എന്നെ ഇതാക്കില്ലേ, കത്തി കണ്ടില്ല കേട്ടോ, നിങ്ങൾ എന്നെ ചീത്ത പറയില്ല കേട്ടോ. ഇത് ഇത് പെർഫ്യൂം. ഇതെന്താണ്? പെർഫ്യൂം തന്നെ അല്ലേ? മെൻ പെർഫ്യൂം സ്പ്രേ. സെറ്റ് സെറ്റ്. ഇതൊക്കെ അടിച്ചിട്ട് നാളെ വീട്ടിലേക്കൊരു പോക്കുണ്ട് കേട്ടോ. ഇതൊക്കെ അടിച്ചിട്ട് നാളെ വീട്ടിലേക്കൊരു പോക്കുണ്ട്. ഇതെന്താ സംഭവം? ആഹാ, ഷേവിങ് സെറ്റ് ഉണ്ട് 3 ഇന്ന് വൈകിട്ട് ഞാൻ ഇതും കൊണ്ടങ്ങ് ഷേവ് ചെയ്തേക്കാം കേട്ടോ. ഇന്ന് വൈകുന്നേരം ഇട്ട് ഇതും കൊണ്ടങ്ങ് ഷേവ് ചെയ്തേക്കാം. അപ്പോൾ അത് വീഡിയോയുടെ ലെങ്ത്ത് കൂടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഞാനിത് മിക്കവാറും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റം. അപ്പോൾ ഇതുണ്ടോ, എല്ലാം ഞാനിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, എല്ലാ സംഭവങ്ങളും ഞാനിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൗഡർ, ഈത്തപ്പഴം, മെൻസ് ക്രീം, പിള്ളേർക്കൊരു കവർ നിറച്ച് മിഠായി, പിന്നെ സ്പ്രേയ്, പിന്നെ നമ്മുടെ റോസ് എന്താണ് ഹിമാലയൻ്റെ ഒരു സോപ്പ്. അപ്പോൾ നമുക്ക് ഷേവ് ചെയ്യാൻ ഷേവിങ് സെറ്റ്. അപ്പോൾ ഞാൻ ഡെയിലി ഷേവ് ചെയ്യുന്ന ആളാണെന്ന് അറിയാവുന്ന ആളാണ് എന്തായാലും മെഡിമിക്സിൻ്റെ ഒരു സോപ്പ്. അപ്പോൾ ഇത്ര ഐറ്റമാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതും. അപ്പോൾ എല്ലാവരോടും ഞാൻ ഇതൊക്കെ ഇട്ടിട്ട്, ഈ ഷേവിങ് സീറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് ഷേവ് ചെയ്യട്ടെ, എങ്ങനെയുണ്ടെന്ന്, സോഫ്റ്റ് ആകുമെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ വൈകിട്ടത്തെ ലൈവിൽ കാണാം. ഓക്കെ ഗൈസ്, ബൈ.